ഇന്നും യേശുവിനോട് കൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഏതൊരാളും ദൈവത്തിൽ നിന്ന് ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സമയം കളയാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കാറില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രാർത്ഥനയുടെ മറുപടി എത്രയും വേഗം ലഭിക്കുമോ അതാണ് എല്ലാവരുടെയും ആഗ്രഹം. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞ് മറുപടി മതിയെന്ന് വിചാരിക്കുന്നവരാരും തന്നെ ഉണ്ടാവില്ലല്ലോ എന്നുള്ള സന്ദേശം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാലും പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചാൽ എന്താണ് ഗുണം, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്. ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യം വായിക്കട്ടെ. അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയെക്കുറിച്ച് കർത്താവ് നൽകി തന്നിട്ടുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ വായിച്ച അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിങ്ങനെയാണ്, ഒന്ന് വായിച്ച് കേൾപ്പിക്കേണ്ടത് ആവശ്യമാകിയാൽ ദയവായി ശ്രദ്ധിച്ചാലും. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും. തുടർന്നുള്ള കാര്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അവൻ സ്നേഹിതനാകൊണ്ട് എൻ്റെ അടുക്കൽ രാത്രി അഭയത്തിനു വേണ്ടി വന്ന ഒരു സ്നേഹിതൻ, അവന് വിശക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഇദ്ദേഹം എൻ്റെ വീട്ടിലൊന്നുമില്ലായകയാൽ തൻ്റെ ഒരു സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്നേഹിതനെക്കുറിച്ചും അവൻ ആഹാരം കൊടുക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും വിളിച്ചു പറയുകയാണ്. അതായത് വന്ന സ്നേഹിതന് 3 അപ്പം മതി എന്നൊരു ചിന്ത തൻ്റെ ഹൃദയത്തിലുണ്ടായി. മനുഷ്യൻ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇവരുടെ വീട്ടിൽ വന്ന് ഇദ്ദേഹം കഴിച്ച ആഹാരം എത്രമാത്രം ഉണ്ടെന്നുള്ള പരിചയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് നിമിത്തമുള്ള അറിവോ ആയിരിക്കാം 3 അപ്പം മതി എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, ഇദ്ദേഹം ആവശ്യപ്പെട്ടത് 3 അപ്പമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, തരുവാൻ എൻ്റെ പക്കലില്ല എന്നല്ല, മറിച്ച് എനിക്ക് എഴുന്നേൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, തരുവാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവസന്നിധിയിൽ എന്താണ് ഇല്ലായ്മയുള്ളത്? നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ എഴുന്നേറ്റ് തരാൻ മനസ്സില്ലെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നോ പറയത്തക്ക നിലകളിലാണോ ദൈവത്തിൻ്റെ അവസ്ഥ? ഒരിക്കലുമല്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാമെന്നല്ലേ തിരുവചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ഇന്ന ഇന്ന നിലകളിലുള്ള ആവലാതി നമ്മൾ ബോധിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ എന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ശ്രമിക്കട്ടെ. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സന്ധിക്കാനുള്ള സകലതും ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളത് നിങ്ങളുടെ കരങ്ങളിൽ എത്തുക തന്നെ ചെയ്യുമെന്നത് പൂർണ്ണമായ ഉറപ്പായിരിക്കണം നമുക്ക്. അങ്ങനെയുള്ള ഉറപ്പ് വേറൊരാൾ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കണം. ദയനായ ദാവീദ് തൻ്റെ ആടുകളെക്കുറിച്ച് പറയുന്ന നിലകളിൽ നമ്മൾ വായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ടല്ലോ, 23-ാം സങ്കീർത്തനം. അതിൽ ദാവീദ് പറയുന്നത് എങ്ങനെയാ? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഞാൻ പുൽപ്പുറം തേടി അലയണ്ട, എന്നെ കൊണ്ടുപോയി വേണ്ട നിലകളിൽ പരിപാലിക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ചിന്ത കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ ആകട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നന്നായി അറിയുന്നു. നൽകുവാൻ അങ്ങ് വിശ്വസനാണ്. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടികൾ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.